ആശയങ്ങളെയെല്ലാം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ നാടക വായന. ശ്രീ കെ സച്ചിദാനന്ദന്റെ ഗാന്ധി എന്ന നാടകത്തിന്റെ അവസാന ഭാഗം. വേണ്ട വേണ്ട, ഞങ്ങൾക്ക് വെളിച്ചത്തെ ഭയമാണ്. ഞങ്ങൾ കൂരിരുളിന്റെ പുരോഹിതൻ, മൃത്യുവിന്റെ കാമുകൻ. ഞങ്ങളുടെ പൂന്തോപ്പുകളിൽ കറുത്ത പുഷ്പം മാത്രം വിരിയുന്നു. ഞങ്ങൾ കണ്ട മഴവില്ലുകളെല്ലാം കഴുകന്മാരായിരുന്നു. ഞങ്ങളുടെ വഴികാട്ടികൾ ഞങ്ങളെ മരുഭൂമിയിലേക്കാണ് എത്തിച്ചത്. എല്ലാ ദേവദൂതരും ചെകുത്താനുമായി രഹസ്യധാരണയിലായിരുന്നു. ഇല്ല ഇല്ല, പവിത്രമായി ഇവിടെ ഇനി ഒന്നും അവശേഷിക്കുന്നില്ല. വരരുത് വരരുത് ബാപ്പു, ഞങ്ങൾ ഇരകൾ. കൊടുങ്കാറ്റിൽ, ഭൂകമ്പത്തിൽ, പ്രളയത്തിൽ വീഴരിയുന്ന ഞങ്ങളുടെ കുരലിൽ കിടന്ന് അഴുകുന്നത് കാണാൻ വരരുത്. ഭൂപ്രഭുവിനും വ്യവസായിക്കും വെള്ളവും വൈദ്യുതിയും നൽകാനായി അണക്കെട്ടുകൾ ഉയരുമ്പോൾ താഴ്വരകളിലെ ഞങ്ങളുടെ കൃഷിയിടവും കിടപ്പാടവും ഒലിച്ചു പോകുന്നത് കാണാൻ വരരുതേ വരരുതേ. കാടെല്ലാം വെട്ടി നിരത്തി ഞങ്ങളുടെ ചോറും വിറവും തട്ടിപ്പറിച്ച കള്ളന്മാർ ഞങ്ങളുടെ ആത്മാക്കളെ, ഒരു കുപ്പി കള്ളിനും പെൺമക്കളെ ഒരു തുണ്ട് തുണിക്കും വാങ്ങുന്നത് കാണാൻ വരരുതേ വരരുതേ. നിയമപാലകർ കുരുടനാക്കിയ എന്നെ, തൊഴിൽശാലയിലെ വിഷവാതകം കുരുടനാക്കിയ എന്നെ, വിഭജനത്തിന്റെ വടുക്കളും പേറി ചേരിയിൽ നിന്ന് ചേരിയിലേക്ക് ആട്ടിപ്പായിക്കപ്പെട്ട് ഒടുവിൽ ഏതോ ദൈവത്തിന്റെ പേരിൽ എന്റെ കുട്ടികൾ എന്റെ മുന്നിൽ വെച്ച് മാനഭംഗപ്പെടുത്തുന്ന കണ്ടു നിൽക്കാൻ മാത്രം കണ്ണുകൾ ഉണ്ടായ എന്നെ, യജമാനന്മാർക്ക് ഫാക്ടറി വെക്കാനായി എന്റെ തൊണ്ടു പുരയിടത്ത് നിന്ന് തെരുവിലെ വെയിലിലേക്ക് തിരിച്ചറിയിക്കപ്പെട്ട എന്നെ, അതേ ഫാക്ടറി വന്നതുകൊണ്ട് ആകെ അറിയാവുന്ന കുലത്തൊഴിൽ നഷ്ടപ്പെട്ട എന്നെ, 3000 വർഷത്തെ പീഡനത്തിന് ശേഷം എണീറ്റ് നിൽക്കാൻ ആദ്യത്തെ ശ്രമത്തിൽ തന്നെ തളർന്നു പോകുന്ന എന്നെ. വേണ്ട വേണ്ട, അങ്ങ് ആരെയും കാണരുത്. ഈ സ്വരാജിന്റെ മുഖം അങ്ങ് കാണരുത്. വീണ്ടും ലോകം മുഴുവൻ കീഴ്പ്പെടുത്തിയ സാമ്രാജ്യത്വത്തിനെതിരെ ഒരിക്കൽ കൂടി പട നയിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുകയില്ല. ഒരിക്കൽ കൂടി നിസ്വനായി ജീവിക്കുവാൻ, സഹിക്കാൻ, വെടിയേറ്റ് മരിക്കാൻ വേണ്ട 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 വേണ്ട. പോയ തലമുറ അനാഥരാക്കിയ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ. മുലപ്പാലിന് പകരം ഉരുകിയ ലോഹം കുടിച്ചു വളർന്നവർ. പൂക്കൾക്ക് പകരം തോക്കുകൾ കളിപ്പാട്ടമായി കിട്ടിയവർ. മുതുകിൽ കെട്ടിവെച്ച തോക്കുകൾ ചോരയിൽ വലിച്ചെറിയപ്പെട്ടവർ. അമ്മയുടെ നടുക്കത്തിൽ നിന്ന് മാത്രം അച്ഛനാരെന്ന് ഊഹിക്കേണ്ടവർ. സ്വാതന്ത്ര്യ പ്രേമികളുടെ തടവറകളിൽ പിടഞ്ഞു മരിച്ചവരുടെ കുഞ്ഞുങ്ങൾ.
അധികാരത്തിന്റെ അടർക്കളങ്ങളിൽ നിന്ന് കത്തിപ്പിടിച്ച ഉടുപ്പുകളാൽ ഓടിപ്പോന്നവർ. ബാപ്പു വരൂ, ഞങ്ങൾക്ക് വിശുദ്ധനായ ഒരു വഴികാട്ടി ആവശ്യമുണ്ട്. ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവർക്കിടയിൽ തിരയുന്നതെന്തിന്? അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞങ്ങൾ വരും, ഒരു പുതിയ തലമുറ. ചക്രവർത്തിയുടെ മേൽമീശയും യുദ്ധമുദ്രകളുമായല്ല, ഭൂഖണ്ഡങ്ങളിലെ കണ്ണീർ പ്രവാഹങ്ങളിൽ നിന്ന് ഊട്ടിയെടുത്ത രോഷത്തിന്റെ വൈദ്യുതിയുമായി വരും. അയൽക്കാരന്റെ സ്വാതന്ത്ര്യത്തിനു മീതെ ഉരുളുന്ന പീരങ്കിയായല്ല ഞങ്ങൾ വരിക. നെടുവീർപ്പുകളുടെ കുതിരപ്പുറത്ത് നീതിയുടെ ദൂതുമായി വരും. കൊലപാതകയുടെ വാഴ്ത്തിളക്കവും ചാരന്റെ വിഷം നിറച്ച മൗനവുമായല്ല ഞങ്ങൾ വരിക. അനാഥനിൽ നിന്ന് അനാഥനിലേക്ക് കൈമാറപ്പെടുന്ന രഹസ്യ സ്വപ്നമായി വരും. കറുത്തവനും ആശ്ലേഷിച്ചുണ്ടാകുന്ന വർണ്ണമഹിമയെ ചാമ്പലാക്കുന്ന ഇടിമിന്നലായി വരും. സ്ത്രീയുടെ കാതിൽ മന്ത്രിക്കുന്ന വ്യഥകളുടെ തിരമാലകളിൽ നിന്ന് ഞങ്ങൾ അമൃത് പോലെ പൊന്തി വരും. വെടിയേറ്റ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് തെരച്ചു വീണ കളിപ്പാട്ടം പോലെ ചിതറിപ്പോയ ഞങ്ങളുടെ നാടുകളിൽ നിന്ന് ഞങ്ങൾ പരസ്പരം മുറിപ്പാടുകൾ നിറഞ്ഞ കൈ നീട്ടും. ഇല്ല, സ്വർണത്തിന്റെയും ദുരധികാരത്തിന്റെയും പകൽ നീണ്ടു നിൽക്കുകയില്ല. അഭയാർത്ഥികളുടെയും അനാഥരുടെയും രാത്രിയും നീണ്ടു നിൽക്കുകയില്ല. ഞങ്ങൾ ഭൂമിയെ അവകാശമാക്കും. തത്തകൾക്കും മണ്ണിരകൾക്കും ഒഴിവുമരങ്ങൾക്കൊപ്പം